എണ്ണമെഴുക്കിൻ്റെ പാട് മാത്രമല്ല, രാത്രിയിൽ കാറ്റടിക്കുമ്പോൾ നമ്മൾ കാർത്തികൊക്കെ ചെയ്ത് വെക്കുമ്പോൾ രാത്രിയിൽ കാറ്റ് വന്ന് കുറേ എണ്ണം കെടുത്തി വിടുമല്ലോ, അതും സാധിക്കത്തില്ല. ഹായ് ഗായ്സ്, നമസ്കാരം. ഞാൻ ഒരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഇപ്പം ഓടുന്നുണ്ട്. അപ്പം ഞാനും ഒരെണ്ണം വാങ്ങി നോക്കിയതാണ് കേട്ടോ. 100 രൂപയുള്ള ആളെണ്ണം. പിന്നെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ 3 സംതിങ് ഒക്കെ ഉള്ളു. എന്നാലും 100 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരെണ്ണം വാങ്ങിച്ചു. ഞാനിതൊന്ന് കത്തിച്ച് നോക്കാം, ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ. യേശു പറഞ്ഞ പോലെ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഞാൻ എന്താ 2 നനാറ് ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടേ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ച്, കത്തുന്നത് ഏതാ കത്താത്ത ഏതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ സിൻസിയറായിട്ടാണ് ചെയ്യുന്നത്. കത്തി 10 വർണ്ണം എന്താണ് എല്ലാം കത്തി, അത് കത്തിയില്ല, ഒരെണ്ണം കത്തിയില്ല ഗൈസ്, ബാക്കി എല്ലാം കത്തി. ഞാനേ ഇതൊന്ന് റിംഗ് ലൈറ്റ് ഒന്ന് അണച്ചു. ഞാൻ മാക്സിമം ഇരുട്ടുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാണ്. ഒരെണ്ണം കത്തിയില്ല, ബാക്കി എല്ലാം കത്തി കേട്ടോ. നമുക്കിനി എന്താ പറയുക, ദീപാവലിക്കൊക്കെ ഇത് ചെയ്യാം. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഒക്കെ വെക്കുന്നുണ്ടേ സിറ്റ് ഔട്ടിൽ അഴുക്കായി എണ്ണ മെഴുക്ക് വന്നു, ഒന്നും വേണ്ട, കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി, സംഗതി സക്സസ് ആണ്. ഒരെണ്ണം കത്തിയില്ല, ബാക്കി എല്ലാം കത്തി. അപ്പോൾ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ദീപാവലിക്ക് എല്ലാവരും വാങ്ങിച്ച് കത്തിച്ച് നോക്കൂ. ഓക്കെ, ടാറ്റാ.